വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. 2 വർഷം മുൻപ് സോഷ്യൽ മീഡിയകളിൽ വൈറലായ സംഭവമായിരുന്നു അയാസ് എന്ന യുവാവിന്റെ വിവാഹവും വിവാഹ ദിവസം നടന്ന സംഭവങ്ങളും. അയാസ് ചെയ്ത നന്മ പ്രവൃത്തി വീണ്ടും സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. അയാസിന്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പായിരുന്നു അന്ന് വൈറലായത്. സംഭവം ഇങ്ങനെ: വിവാഹനാളിൽ വഴിയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവരുതേ എന്നായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന. എന്നാൽ മംഗളമായി നടക്കാൻ സദാ ജാഗരൂകരായിരിക്കും മുതിർന്നവരടക്കം വിവാഹ സംഘത്തിലെ എല്ലാവരും. എന്നാൽ അവിചാരിതമായി ചില സംഭവങ്ങൾ, ഒരുപക്ഷെ അപകടങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ എങ്ങനെയാകും സാധാരണഗതിയിൽ പ്രതികരണം? തടസ്സങ്ങൾ ഒഴിവാക്കി എത്രയും വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് മാത്രമായിരിക്കും വിവാഹ സംഘത്തിലുള്ളവരുടെ ചിന്ത. എന്നാൽ വിവാഹം മാത്രമല്ല ജീവിതത്തിലെ പ്രധാന സംഭവമെന്നും കൺമുന്നിൽ പിഴയുന്ന ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന് അതിലേറെ വിലയുണ്ടെന്നും സ്വന്തം അനുഭവം കൊണ്ട് കാട്ടുകയാണ് കോഴിക്കോട് ജില്ലയിലെ ചേന്ദമംഗലൂരു സ്വദേശിയായ അയാസ്. വഴിയിൽ വന്നുപെട്ട അപകടത്തെ വരനായ അയാസ് എങ്ങനെയാണ് നേരിട്ടതെന്ന് വിവരിക്കുന്ന സഹോദരനായ മുഷാഖ് റഷീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഈ കുറിപ്പിന് വൻ സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. മുഷ്താഖ് റഷീദ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെ: അനിയൻ അയാസിന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ദൈവാനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടന്നു. എല്ലാം സുഹൃത്തുക്കളെയും ക്ഷണിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയവർ ദയവായി ക്ഷമിക്കുക. സമയപരിധി കാരണം വിട്ടുപോയതാണ്. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. കുറ്റിപ്പുറത്ത് നിന്നാണ് വധു. കുറ്റിപ്പുറവും ചേന്ദമംഗലൂർ തമ്മിൽ വലിയ ദൂരമുള്ളതിനാൽ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ ചടങ്ങ് ശനിയാഴ്ച തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. നല്ല സ്വഭാവമുണ്ടെങ്കിൽ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ പെണ്ണ് കിട്ടുമെന്നാണ് വാപ്പയോടും അനുവിനോടും അയാസിനോടും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ശനിയാഴ്ച കുറ്റിപ്പുറത്തേക്ക് 3 വണ്ടികൾ പോകാൻ തീരുമാനമായി. ഒരു വണ്ടിയിൽ ഞാനും ഭാര്യയും, മറ്റൊരു വണ്ടിയിൽ അനിയൻ സാഹിലും പെങ്ങന്മാരും, അടുത്ത വണ്ടിയിൽ അയാസ് ഒറ്റയ്ക്കും. നിക്കാഹ് നേരത്തെ കഴിഞ്ഞിരുന്നതിനാൽ അയാസ് ഒരുപാട് തവണ അവിടെ പോയിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് വഴികാട്ടിയായി അവനോട് മുൻപിൽ വണ്ടി വിടാൻ പറഞ്ഞു. മറ്റു 2 വണ്ടികളും അതിനെ പിന്തുടർന്നു. ഇറങ്ങാൻ ഒരൽപ്പം താമസിച്ചതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് കുറ്റിപ്പുറത്തെത്താൻ താമസിക്കുമെന്നതിനാൽ ഒരൽപ്പം ധൃതിയിലായിരുന്നു പോക്ക്. അവിടെ ഒരുപാട് പേർ ഞങ്ങളുടെ വരവും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. വണ്ടി വേങ്ങര കൂരിയോട് പാടത്തിന്റെ കുറുകെ പോകുമ്പോൾ തൊട്ടുമുന്നിൽ ഒരു ബൈക്ക് അപകടം നടന്നതായി കണ്ടു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഒരു യുവതി റോഡരികിൽ കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരാൾ ആ യുവതിയെ താങ്ങിയെടുത്ത് പുയ്യാപ്പിളയുടെ വണ്ടിക്ക് കൈ കാണിച്ചു. ഒട്ടും മടി കൂടാതെ അവൻ വണ്ടിയിലേക്ക് കയറിക്കൊള്ളാൻ അവരോട് പറയുന്നത് പിറകിലെ കാറിലിരുന്ന് ഞങ്ങൾ നോക്കി കണ്ടു. ഞങ്ങളോട് കുറ്റിപ്പുറത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു. അവൻ അടുത്തുള്ള ആശുപത്രിയിലേക്ക് വണ്ടി പെട്ടെന്ന് ഓടിച്ചു പോയി. കുറ്റിപ്പുറത്ത് ഒരു ഭാഗത്ത് വണ്ടി ഒതുക്കി അവനെ ഞങ്ങൾ കാത്തിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ ഞങ്ങളുടെ കൂടെ എത്തി. സമയബന്ധിതമായി തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താനും സാധിച്ചു. ഒരു ജീവിതം ആരംഭിക്കാനുള്ള യാത്രയിൽ മറ്റൊരു ജീവിതം പാതി വഴിയിൽ പിഴയുന്നത് കാണുമ്പോൾ മടി കൂടാതെ അവരെ സഹായിക്കാൻ കാണിച്ച സുമനസ്സിന് 100 അഭിനന്ദന പൂക്കൾ. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ദൈവത്തിന്റെ പരീക്ഷണങ്ങളായിരിക്കാം. ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിൽ സലിംകുമാർ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നു. ആ പ്ലാവ് മുറിക്കേണ്ടിയിരുന്നില്ല, അതും ഒരു ജീവനല്ലേ. നവദമ്പതികൾക്ക് ആശംസകൾ. ഇതായിരുന്നു അക്കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.